ഗംഗ മരിക്കാനുള്ള കാരണം ആജിനാണെന്നുള്ളത് കൊണ്ട് അവളെ അടിയോടെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സിഒ ലേഡി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് അവളുമായിട്ടുള്ള കോൺട്രാക്ട് അവസാനിപ്പിക്കുന്നുണ്ട്. ഇനി കോൺട്രാക്ട് സൈൻ ചെയ്യുന്നില്ല എന്ന് അറിയിപ്പും കൊടുക്കുന്നുണ്ട്. ഇതറിയുന്ന ആജിനും സിഒ ലേഡീനെ വന്ന് കാണുന്നുണ്ട്. അവളെ പൂർണ്ണമായിട്ട് നശിപ്പിക്കും. അവളെ ഇപ്പൊ ഇത്രയും ഉയരത്തിലേക്ക് കൊണ്ടുവന്നത് സിഒ ആണല്ലോ, അതേപോലെ ഏറ്റവും താഴത്തേക്ക് കൊണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. അച്ഛന്റെ കേസ് അടക്കം മെൻഷൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഇവക്ക് നല്ല ദേഷ്യം വരുന്നുണ്ടെങ്കിലും അവരുടെ കയ്യിൽ പിടിച്ച് അവളെ തന്നെ തല്ലുന്ന പോലെ കാണിച്ച് എത്ര വേണേലും തല്ലിക്കോ, പക്ഷെ ഇനൊന്നും ചെയ്യരുത് എന്നുള്ള രീതിക്ക് പറയുമ്പം ഒരാളുടെ ജീവിതം മൊത്തം നശിപ്പിച്ചിട്ട് നിന്നെ അങ്ങ് തല്ലിക്കോ എന്ന് പറഞ്ഞിട്ടുണ്ടേല് അവൻ തിരിച്ചു വരുമോന്ന് എന്ന് ചോദിക്കുന്നേന് അവള് തിരിച്ചു ചോദിക്കുന്നത്, എന്നാ പിന്നെ ഞാൻ മുട്ടുകുത്തിയേക്കാം, അപ്പോഴെങ്കിലും ആ ദേഷ്യം അങ്ങ് പോവോന്ന്. നീ മുട്ടുകുത്തി നിന്നെന്ന് വെച്ച് ഗാങ് തിരിച്ചു വരുമോന്ന് ചോദിക്കുമ്പം പിന്നെ ഞാൻ എന്തോ ചെയ്യണമെന്നാ നിങ്ങൾ പറയുന്നേന്ന് ചോദിക്കുന്നേന്, എന്നാ പിന്നെ ഈ ബിൽഡിങ്ങിന്റെ ഏറ്റവും മേലേന്ന് താഴേക്ക് അങ്ങ് ചാടിക്കോ, അപ്പൊ വേണമെങ്കിൽ നോക്കാന്ന് സിഒ ലേഡി. അത്രയും വലിയ ബിൽഡിങ്ങിന്ന് താഴെ വീണിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും മരിക്കുന്ന അവക്കും അറിയാലോ. ദാ നോക്ക്, ഗാങ് മരിച്ചതിന് ഞാൻ മാത്രമാണ് കാരണം എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? 10 കൊല്ലം അവൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, നിങ്ങൾ അവനെ യൂസ് ചെയ്യായിരുന്നു. അവൻ മെന്റലി ഓക്കെ അല്ല, ബ്രേക്ക് വേണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നു. എന്നിട്ട് നിങ്ങൾ അത് കണ്ടതുപോലും നടിച്ചില്ല. ഈ 10 വർഷം നിങ്ങളുടെ കൂടെ ഇരുന്നതിനെക്കാട്ടും 1 വർഷം എന്റെ കൂടെ ഇരുന്നത് അവന്റെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെന്റ്സ് ആയിരിക്കും. അതുകൊണ്ട് അവന്റെ മരണത്തിന് കാരണം ഞാൻ മാത്രമാണെന്നും പറഞ്ഞ് വലുതായിട്ട് തുള്ളണ്ടാന്നും പറഞ്ഞ് നല്ല ദേഷ്യത്തിൽ ഒരുമാതിരി ഭ്രാന്ത് പിടിച്ചാണ് അവള് തിരിച്ചു പോകുന്നത്. എന്നെ താഴെ ഇറക്കണോ അല്ലേ, നോക്ക് ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി രാഷ്ട്രീയമൊക്കെ ചെയ്ത് ഭയങ്കര ഒരുമാതിരി ഭ്രാന്തായ അവസ്ഥയിലാണ് പോകുന്നത്. യൂജിൻ ആജിനെ വേണ്ടിയിട്ട് സംസാരിക്കുന്നുണ്ട്. അവൻ കുറെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് വേണമെന്നുണ്ടെങ്കിൽ അവളുടെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനമാക്ക്, പോസിറ്റീവ് ആയിട്ടുള്ള ഒരു തീരുമാനമാക്ക് എന്ന് പറയുന്നതിന് അവന്റെ ഫണ്ടേ വേണ്ടെന്ന് സിഒ ലേഡി. അത് മാത്രമല്ല അവരൊരു അഡ്വൈസും കൂടെ കൊടുത്തിട്ടാണ് പോകുന്നത്. അവളുടെ ചുറ്റുമുള്ള എല്ലാവരെയും നരകത്തിലേക്ക് വലിച്ചിടുകയുള്ളൂ, അതുകൊണ്ട് അവളുടെ അടുത്ത് ക്ലോസ് ആവാൻ നിൽക്കണ്ടാന്ന്. യൂഞ്ചിന്റെ മുത്തശ്ശനെ കാണാൻ പോയ യൂഞ്ചിന്റെ അമ്മേനെ സെക്രട്ടറി പുറത്ത് വിടുന്നുണ്ട്. സംസാരിക്കാൻ പോലും സമ്മതിക്കാതെ സെക്രട്ടറി അകത്ത് പോകുമ്പം അമ്മയ്ക്ക് പുറകെ പോകണമെന്നുണ്ട്. പക്ഷെ ഒരുമാതിരി മയക്കം വരുന്ന പോലെ തോന്നുവാണ്. യൂഞ്ചിനെ വിളിക്കുന്നുണ്ട്, എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആജിനെയാണ് വിളിക്കുന്നത്. ആജിനാണെങ്കിൽ യൂഞ്ചിനെയൊക്കെ കാണാൻ വേണ്ടി വന്നേക്കുമായിരുന്നു. കോള് വന്നത് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ നിന്റെ അടുത്ത് മുട്ടുകുത്തിയെന്ന് ക്ഷമ ചോദിച്ചത് നീ ഇതുവരേക്കും യൂഞ്ചിന്റെ അടുത്ത് പറഞ്ഞില്ല അല്ലേ എന്നും പറഞ്ഞ വഴക്കിടുന്നതിന്, ദാ നോക്ക്, നിങ്ങളല്ലാതെ തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, ഇനി ഇതും കൂടെ എനിക്കെടുത്ത് തലയിൽ വെക്കാൻ വയ്യ. നിങ്ങൾക്ക് പറയണമെന്ന് അത്ര നിർബന്ധമാണെങ്കിൽ നിങ്ങൾ എന്നെ അങ്ങ് പറഞ്ഞു എന്ന് ആജിൻ. അവൻ ഞാൻ വിളിച്ചാൽ കോൾ എടുക്കുന്നുമില്ല, ഒന്നും സംസാരിക്കാനും സമ്മതിക്കുന്നില്ല, നേരിട്ടൊന്ന് കാണാനും കൂടെ പറ്റുന്നില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയാനാ? എനിക്ക് അത്യാവശ്യമായിട്ടൊരു സർജറി ചെയ്യണം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആജൻ സ്പീക്കർ ഫോണിൽ ഇടുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയപ്പം കിഡ്നി ട്രാൻസ്പ്ലാന്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അത് പൊതുവെ ഫാമിലിയിലെ മെമ്പർ ആയിരിക്കും കൊടുക്കുക, അല്ലാതൊരു ഡോണറിനെ കിട്ടുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരുപാട് വർഷം എടുക്കും. ഇത്രയും കടമുണ്ട്, പിന്നെ ഈ അവസ്ഥയിൽ ഞാൻ ചാവണം എന്നാണോ പറയുന്നതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾക്ക് അവന്റെ അടുത്ത് നിന്ന് കിഡ്നി വേണം, അതിനു വേണ്ടിയിട്ടാണ് ഈ സീൻ മൊത്തം കാണിച്ചത് അല്ലേ? ശരി, ഓക്കെ, അവന്റെ അടുത്ത് തന്നെ സംസാരിച്ചോ, അവൻ ഇതെല്ലാം കേട്ടിട്ടുണ്ട്, ഞാൻ സ്പീക്കറിലായിരുന്നു വിട്ടത് എന്നും പറഞ്ഞ് യൂഞ്ചിന്റെ അടുത്ത് നീ ഇതൊക്കെ കേട്ടില്ലേ എന്നും പറഞ്ഞ് സംസാരിച്ച് തുടങ്ങുമ്പോഴേക്കും അമ്മ വെച്ചിട്ട് പോകുന്നുണ്ട്. തന്റെ അമ്മ ഇങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്ന കണ്ടിട്ട് ഇനി അമ്മ വിളിച്ചിട്ടുണ്ടേ നീ എടുക്കണ്ടാന്ന് യൂഞ്ചിൻ. എങ്ങനെ എടുക്കാതിരിക്കാനാ? ഞാൻ കോൾ എടുക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ ആ പെണ്ണുമ്പിള്ള എന്താ ചെയ്യാന്ന് എങ്ങനെ അറിയാനാ? എന്ത് വേണേലും ചെയ്തെന്ന് വരും. ഇതും പറഞ്ഞ് പിന്നെ പണ്ടത്തെ ബാത്ടബിന്റെ കാര്യവും പറഞ്ഞ് കുത്തി കാട്ടിയിട്ട് നീ ശരിക്കും മണ്ടനായതുകൊണ്ടാണോ അതോ നിന്റെ അമ്മയായതുകൊണ്ടാണോ ഇങ്ങനെ കണ്ണടയ്ക്കുന്നതൊക്കെ ചോദിച്ച് അവള് പോവാൻ നിൽക്കുമ്പം അവൻ സിഒ ലേഡീനെ കണ്ട കാര്യം പറയുന്നുണ്ട്. ആജിന്റെ കരിയർ മൊത്തത്തിൽ ഇല്ലാതാക്കാനുള്ള ദേഷ്യമുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാന്ന് ആജിന്റെ അടുത്ത് ചോദിക്കുന്നതിന് എനിക്കും അറിയത്തില്ല, അവരിത്രയും കാലമായിട്ട് ഇത്രയും വലിയ കാര്യമൊന്നും ചെയ്തിട്ടില്ല, നോക്കാന്നും പറഞ്ഞ് അവള് പോകുന്നുണ്ട്. ആ സമയത്താണ് അങ്ങോട്ടേക്ക് ജയും വരുന്നത്. ഇവരകത്തിരുന്ന് സംസാരിക്കുമ്പം ഇവക്ക് എവിടെയൊക്കെ പോയി നോക്കിയാലും വേറെ സ്ഥലത്തൊന്നും ജോലി കിട്ടുന്നില്ല. ഓൾറെഡി സിഒ ലേഡി എല്ലായിടത്തും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കുറച്ച് കഷ്ടമായിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് യൂഞ്ചൻ പറയുന്നതിന് അതിന് എന്റെ ലൈഫ് അപ്പോഴേ ഈസി ആയിട്ട് പോയത് എന്ന് ആജിൻ. ഇവരൊന്നും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് വഴക്കിടുന്ന കണ്ടിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കിയിട്ടൊരു കാര്യമില്ല, ആദ്യം ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന് ജയ്. ഇതിലധികമായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഒന്നെങ്കിൽ ഞാൻ താഴേക്ക് പോകണം, അല്ലെങ്കിൽ സിഇഒ താഴേക്ക് പോകണം. ഒന്നെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ അവര്, ആരെങ്കിലും ഒരാളെ പറ്റത്തുള്ളൂ എന്ന് അതിനൊരുമാതിരി ഇല്ലത്തിരുത്തി പറയുന്നുണ്ട്. എന്തായാലും യൂഞ്ചൻ അമ്മയ്ക്ക് കിഡ്നി കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അതിന് പകരമായിട്ട് 2 കണ്ടീഷൻസ് വെക്കുന്നുണ്ട്. ഒന്ന് ആജിന്റെ അടുത്തേക്ക് വരാൻ പാടില്ല, രണ്ടാമത് മുത്തച്ഛന്റെ അടുത്തേക്ക് പോകാൻ പാടില്ല. അതിന് പകരമായിട്ട് അവർക്ക് ഒരുപാട് കടമുണ്ട്, അതും അടച്ചു തീർക്കും, അവന്റെ കിഡ്നിയും കൊടുക്കും, പോരാത്തതിന് സർജറിക്കുള്ള കോസ്റ്റും അവൻ തന്നെ ഹാൻഡിൽ ചെയ്തോളും. നീ പറയുന്നിട്ടുണ്ടെങ്കിൽ എനിക്കൊരുമാതിരി പ്ലേഗ് കീഴാണൊക്കെ ഉണ്ടല്ലോ, എന്തിനിത്ര ഹാഷായിട്ട് പറയുന്നേ നമ്മ. യൂഞ്ചൻ കർശനായിട്ട് പറയുന്നുണ്ട് അവന്റെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക് വരരുത് എന്ന്.
ഇവിടെ സിഒ ലേഡിക്ക് വല്ലാത്തൊരു അടി കിട്ടുന്നുണ്ട്. പോലീസ് വന്ന് കമ്പനിയെ സെർച്ച് ചെയ്യാണ്. 5 മണിക്കൂറത്തെ സെർച്ചിന് ശേഷം ഒരുപാട് പൈസ വെട്ടിച്ചതിന് പോരാത്തേന് ആക്ടേഴ്സിന്റെ ഒക്കെ ഓരോരോ ഇൻഫർമേഷൻ സീക്രട്ട് ആയിട്ടുള്ളത് വെച്ച് അവരെ ഭീഷണിപ്പെടുത്തിയത്, അതേപോലെ ആക്ടേഴ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് റിപ്പോർട്ടേഴ്സിനൊക്കെ പൈസ കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പല പല കേസുകള്. ഇതിന്റെ പേരില് കസൻ റിപ്പോർട്ടർക്ക് ജോലി പോകുന്നുണ്ട്. ഇവരെ സെർച്ച് ചെയ്തതില് ലെനേന്റെ മൂടി മറിക്കപ്പെട്ട കേസ് കിട്ടിയോന്ന് അറിയത്തില്ല. അവളെയും കുറെ റിപ്പോർട്ടേഴ്സ് വന്ന് ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. പക്ഷെ ഒന്നും പറയാതെ അവൾ അവിടുന്ന് പോകുന്നുണ്ട്. ഈ നടക്കുന്നതൊക്കെ കണ്ട് സന്തോഷിക്കുന്ന ആജിൻ മുത്തച്ഛന്റെ സെക്രട്ടറിനെ വിളിച്ച് കുറച്ച് ദിവസത്തേക്ക് എനിക്ക് അങ്ങോട്ടേക്ക് വരാൻ പറ്റത്തില്ല, അടുത്ത് തന്നെ സർജറി ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ ലെനയുണ്ട്. അവൻ പറയുന്ന കേട്ടിട്ടാണ് അവക്ക് മനസ്സിലാവുന്നത് അവൻ സർജറി ചെയ്യാൻ പോവാണെന്ന്. എന്താ തൻ്റെ അടുത്ത് പറയാത്തത് എന്നും, പിന്നെ അവൻ ഡ്രിങ്ക്സ് കഴിക്കാൻ വിളിച്ചാൽ പോലും വരത്തില്ല, അവൾ അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കത്തേ ഉള്ളൂ. ഇങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ടല്ലോ. അവളെ ലവ് ചെയ്യുന്നൊന്നുമില്ലല്ലോ, നിനക്കെന്താ ഞാൻ തമാശയാണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര വിഷമത്തിൽ അവനെ തല്ലുന്നൊക്കെയുണ്ട്. അവളുടെ കൈ പിടിച്ചു വെച്ച് നീ ഇങ്ങനെ തള്ളരുത്, നിന്റെ കൈ വേദന എടുക്കുന്നു. പിന്നെ ഒന്നും പറയാതെ അവൾ അവിടുന്ന് പോകുന്നുണ്ട്. പാവ ഈ കൊച്ചിന് എന്തിനാന്തോ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത്. അടുത്ത ദിവസമാണ് യൂജിന്റെ സർജറി. ആജിനെ വിളിച്ചിട്ട് അവളോട് അങ്ങോട്ടേക്ക് വരണ്ടാന്നും സേഫ് ആയിട്ടിരിക്കെ, ഞാൻ നിന്റെ അടുത്തേക്ക് അങ്ങോട്ട് വരും, എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യ. സിഒ ലേഡി ജയിലിലായതുകൊണ്ട് എനിക്ക് അത്രയ്ക്കൊന്നും വറി ചെയ്യാനില്ല, പിന്നെ ഫുഡൊക്കെ കഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എന്ത് സർജറി നടക്കാൻ പോകുന്നത് അവന്, എന്നിട്ട് അവൻ ഇരുന്ന് അവളുടെ അടുത്ത് പറയുന്നു താക്കൂന്ന് പറഞ്ഞെല്ലാം കേട്ടിരിക്കുന്നുണ്ട്. ബാഡ് ആയിട്ടുള്ള പബ്ലിക് ഇമേജ് കാരണം ആജിനെ ഒരാളും ഒരു കമ്പനിയിലേക്ക് എടുക്കാൻ തയ്യാറല്ലായിരുന്നല്ലോ. പക്ഷെ ഇന്ന് അവക്ക് ഒരു ഓഫർ ഇടുന്നുണ്ട്. എല്ലാം അന്വേഷിച്ചിട്ട് തന്നെയാണോ ഈ തീരുമാനം എന്ന് അവൾ എന്നെ ചോദിക്കുന്നുണ്ട്. ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനത്തെ ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ ഫ്യൂച്ചർ പൊട്ടൻഷ്യൽ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ തീരുമാനം എടുത്തത്, ആർക്കും ഒരു കുഴപ്പമില്ല, ഓഫീസിലേക്ക് വരികയാണെങ്കിൽ സംസാരിക്കാന്നാണ് വിളിച്ച ആള് പറയുന്നത്. അതുപ്രകാരം അവള് പോവാൻ നിൽക്കുന്ന സമയത്ത് അവളുടെ വീട്ടിൽ തന്നെയാണ് സംഖ്യയുള്ളത്. ഒരുപാട് ഫുഡ് മേടിച്ച് നന്നായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആജിന്റെ വാച്ചിട്ടിട്ടാണ് അവൾ അവിടെ ഇരുന്ന ഫുഡ് കഴിക്കുന്നത്. മര്യാദയ്ക്ക് അത് ഊരി വെക്കുന്നതാണ് നിനക്ക് നല്ലത് എന്ന് ആജും പറയുന്നേന്. ഇത് ചീപ്പായിട്ടുള്ള ഒരു വാച്ചല്ലേ, അതൊന്ന് വീട്ടിലിട്ടു വെച്ചപ്പോ എന്തോ കുഴപ്പമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലാന്ന് പറഞ്ഞ് ആജും പോവാൻ നിൽക്കുമ്പം എണീറ്റ് വന്നിട്ട്, എടി നിന്നെ കുറിച്ച് ഒരുപാട് ബാഡ് ആയിട്ടുള്ള കമന്റ്സും ആർട്ടിക്കിൾസ് ഒക്കെ ഇല്ലായിരുന്നോ, ഇപ്പൊ അതിൽ മിക്കതും കാണാനില്ല എന്ന് പറഞ്ഞ് ഫോണ് കാണിച്ചു കൊടുക്കുന്നുണ്ട്. കുറെയൊക്കെ ഉണ്ട്, എന്നാൽ പോലും അത്രയ്ക്കൊന്നുമില്ല, ഒരുപാട് ആരോ ഡിലീറ്റ് ആക്കിയെന്ന്. ഈ ഗൂഗിൾ നോക്കിക്കൊണ്ടിരിക്കാതെ പ്രൊഡക്റ്റീവായിട്ട് നിനക്ക് എന്തെങ്കിലും ചെയ്തുകൂടെ എന്ന് ആദ്യം ചോദിക്കുന്നതിന്, അതെങ്ങനെയാ മോളെ അങ്ങനെ ചെയ്യാ, എന്റെ ജോബിന്റെ പാർട്ടാണത്, നിനക്ക് എതിരായിട്ട് എന്ത് വന്നാലും ആദ്യം അതിൽ ബാഡ് ആയിട്ടുള്ള കമന്റ് ഇടലാണ് എന്റെ ലൈഫിന്റെ ഒരേ ഒരു സന്തോഷം എന്നൊക്കെയാണ് പറയുന്നത്. ആജിന്റെ വീട്ടിൽ വന്ന് അവളുടെ ഡ്രസ് ഇട്ട് അവളുടെ സാധനങ്ങൾ എടുത്ത് കഴിക്കും അതും ഇതും എല്ലാം ആക്കിയിട്ട് പറയുന്ന വർത്താനം കേട്ടില്ലേ. ആജിന്റെ സ്റ്റൈല് പൊട്ടിത്തെറിക്കാതെ നല്ല മണ്ടയ്ക്ക് കൊട്ടു കൊടുക്കലാണല്ലോ. അതേ കണക്ക് 2 എണ്ണം പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. എപ്പോഴത്തെ പോലെ അവളെ കലിയേറ്റാൻ പോയിട്ട് ഇവളാണ് കലി കയറിയിരിക്കുന്നത്. അപ്പോഴാണ് ലെനേന്റെ ഒരു വീഡിയോ കാണുന്നത്. ഒരു ബാഗിന് ഒരു 10 മില്യൺ വോണിന്റെ ഒരു ബാഗ് അത് റിവ്യൂ ചെയ്തോണ്ടിരിക്കുകയാണ്. ഇത് കണ്ടതും അവക്കൊരു ഐഡിയ എത്തുന്നുണ്ട്. ആജിന്റെ ബാഗൊക്കെ പോയി നോക്കുന്നുണ്ട്. ഇവിടെ യൂഞ്ചൻ സാധനം മേടിച്ച് പുറത്തേക്ക് വരുന്ന സമയത്ത് ജേനെ അന്ന് അടിച്ചത് സ്ട്രേഞ്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. സ്ട്രേഞ്ചർ ഒരു കാറില് ജേനെ നോട്ട് ഓടുന്നുണ്ട്. ഹ്യൂഗ് പറഞ്ഞ പ്രകാരം അത് ജെ ശ്രദ്ധിക്കുന്നുണ്ട്. ജയന്തോ അന്വേഷിക്കുന്ന ഒരു ഏജൻസിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണല്ലോ ആജിനെ കുറിച്ചുള്ള വിവരമൊക്കെ കിട്ടിയത്. ആ ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അന്ന് ആജിന്റെ പുറകെ വന്നതൊക്കെ കണ്ടായിരുന്നല്ലോ. അപ്പൊ ആ വന്ന കാറിന്റെ നമ്പറൊക്കെ കൊടുത്തിട്ട് ഇത് ആരുടെയാണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഫേക്ക് ആയിട്ടുള്ളതാണെന്നാണ് അവന് കിട്ടുന്ന അറിവ്. സംഭവം ഡേഞ്ചർ ആയിട്ടിരിക്കുകയാണ്, ഞാൻ തന്നെ സോൾവ് ചെയ്യാൻ നോക്കുന്നത് ശരിയാവത്തില്ല എന്ന് ജയ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കടക്കാരൻ പറയുന്നുണ്ട്, എടാ നീ നിന്റെ ഗേൾ ഫ്രണ്ടിന്റെ കാര്യമാണെന്നല്ലേ പറഞ്ഞത്, ഇത് അവളുടെ അടുത്ത് പറയുന്നതാണ് നല്ലത് എന്ന്. ശരിയാണ്, ഞാൻ എന്റെ ഗേൾഫ്രണ്ടിന്റെ അടുത്ത് പറയുന്നേ നല്ലത് എന്ന് ജയും പറയുന്നുണ്ട്. ഇവര് പറയുന്നത് മൊത്തം ഹ്യോക്ക് അവന്റെ ഇയർഫോണിലൂടെ കേട്ടോണ്ടിരിക്കുകയാണ്. അവര് സംസാരിക്കുന്നത് ഫുള്ള് കേൾക്കുന്നുണ്ട്. ഒരുമാതിരി പാട്ടൊക്കെ കേട്ട ലാഘവത്തില് ചിരിച്ച് ശ്രദ്ധിച്ച് എന്തോ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ജയ ആജിനെ കാറില് കൊണ്ടുവിടുവാണ്. കഴിഞ്ഞ ദിവസം വണ്ടിയിൽ പോയപ്പം ഓൾമോസ്റ്റ് ആക്സിഡന്റ് ആവണ്ടായിരുന്നു എന്ന് അവള് പറയുന്നേന്. നീ അങ്ങനത്തെ ഡ്രൈവേഴ്സിന്റെ അടുത്തുനിന്നൊക്കെ വിട്ടു നിൽക്കണം, ഇവരൊക്കെ ഇങ്ങനെ റെക്ലെസ് ആയിട്ട് ഓടിച്ചിട്ട് വല്ല ആക്സിഡന്റും ഉണ്ടാക്കി വെക്കും എന്നൊക്കെ ഇവൻ കൺസേൺഡ് ആയിട്ട് പറയുന്ന കേട്ടിട്ട് ആ ഓടിച്ചതേ ഞാനാണെന്ന് അവള്. അത് കേട്ടതും ക്യൂട്ട് ആയിട്ടുള്ള ഒരു സൈലൻസ്. എന്നിട്ട് സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്, അവളുടെ അടുത്ത് ഒരു ഫോൺ കൊടുത്തായിരുന്നല്ലോ, അതെപ്പോഴും കയ്യിൽ വെക്കണം, എന്താവശ്യം ഉണ്ടെങ്കിലും എന്ത് പറ്റിയാലും തന്നെ വിളിക്കണമെന്ന്. ഓഫർ എന്ന എന്റർടൈൻമെന്റ് കമ്പനീന്റെ കൂടെ ആജിൻ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നല്ലതായിട്ടൊക്കെ പറഞ്ഞിട്ട് ആള് ചോദിക്കുന്നുണ്ട് മോന്തോ ഹ്യൂക്കുമായിട്ട് എന്താണ് റിലേഷൻഷിപ്പ് എന്ന്. ഹ്യൂക്ക് ഇവരുടെ കമ്പനീന്റെ വലിയൊരു ഷെയർ ഹോൾഡർ ആണ്. ആജിനെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുവരണമെന്ന് പുഷ് ചെയ്തത് ഹ്യൂക്കാണ്.
പോരാത്തന്നെ അവളെ കുറിച്ചുള്ള കുറെ ആർട്ടിക്കിൾസ് ഡിലീറ്റ് ആക്കിയിട്ടുണ്ടല്ലോ, ബാഡ് ആയിട്ടുള്ളത്. അതൊക്കെ ചെയ്തത് ഹ്യൂക്കാണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും കൊണ്ട് ക്യൂരിയസ് ആയതുകൊണ്ടാണ് അയാൾ അത് ചോദിച്ചത്. ഇതൊക്കെ കേട്ടിട്ട് പുറത്തേക്ക് വരുന്ന ഹീറോയിൻ അവിടെ ഹ്യൂക്കിന്റെ സാറ്റേണിനെ കുറിച്ചുള്ള ഒരു Q&A സെഷൻ നടക്കുന്നതായിട്ട് കണ്ട് ആ സ്ഥലത്തേക്ക് പോയി നോക്കുന്നുണ്ട്. ഇവളെ അങ്ങോട്ടേക്ക് കയറിയതും അവിടെ നിൽക്കുന്ന ഹ്യൂക്ക് ഇവളെ കണ്ട് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറെ Q&A സെഷനൊക്കെ നടന്ന് ഭയങ്കരമായിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. എല്ലാരും അവനെ ഭയങ്കരമായിട്ട് പ്രൈസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാരും ഇവിടുന്ന് പോയി കഴിയുമ്പം ഹ്യൂക്ക് ഹീറോയിന്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ബാക്കി എല്ലാരും അവളെ ഹെൽപ്പ് ചെയ്യാതെ പുറംതിരിഞ്ഞ് നിന്നപ്പം ഹ്യൂക്ക് മാത്രമാണല്ലോ അവൾക്കൊരു ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ തീരുമാനിച്ചത്. അതുകൊണ്ട് നന്ദി പറയുന്നുണ്ട്. പക്ഷെ എന്തുകൊണ്ടാണ് തനിക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തതെന്ന് ചോദിക്കുന്നതിന് വാ നമുക്ക് ഇരുന്ന് സംസാരിക്കാന്ന് ഹ്യൂക്ക്. പൊതുവെ ആരും താൻ സമ്പാദിക്കുന്നതിന്റെ 50% ഒന്നും ചാരിറ്റിക്ക് വേണ്ടി കൊടുക്കത്തില്ല. പക്ഷെ ഞാൻ ചെയ്യാറുണ്ട്. എനിക്ക് ഈ പാവപ്പെട്ട ആൾക്കാരെ കഷ്ടപ്പെടുന്നവരെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമാണ്. അങ്ങനെ കഷ്ടപ്പെടുന്നത് കണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോഴാണ് നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് ശ്രദ്ധിച്ചത്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് സ്പോൺസർ ആവാന്ന്. ഒരു വീട്ടിൽ നിന്ന് പാരന്റൽ സപ്പോർട്ടൊക്കെ കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവോ അത് തരണമെന്ന് എനിക്ക് തോന്നിയെന്നൊക്കെയാണ് പറയുന്നത്. അതിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിഞ്ഞു വെച്ചിട്ടുണ്ട് എന്ന് അവന്റെ സംസാരത്തിൽ നിന്നും അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. ശരിക്കും എന്നെ വെച്ച് എന്താ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുന്നതിന് അത് കണ്ടു തന്നെ മനസ്സിലാക്കണം. അല്ലെങ്കിൽ ആ സർപ്രൈസിന്റെ രസമൊക്കെ അങ്ങ് പോകത്തില്ലേ. ഒരുപാട് പറഞ്ഞാല് ഒരു സുഖം ഉണ്ടാവത്തില്ല. എനിവേസ് നമ്മള് വീണ്ടും മീറ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നു എന്ന് പറയുന്നതിന് ടച്ചിലിരിക്കാന്നും പറഞ്ഞിട്ടാണ് ആദ്യം അവിടുന്ന് പോകുന്നത്. ചെക്കൻ ഡേഞ്ചറസ്ലി ഒബ്സസ്ഡ് ആണ്. ഹോസ്പിറ്റലിൽ നിൽക്കുന്ന യൂഞ്ചിനെ ജയ വിളിക്കുന്നുണ്ട്. നീ എപ്പോഴാ വരിക? അടുത്ത ആഴ്ചയെങ്കിലും റിക്കവർ ആവുമെന്ന് ചോദിച്ച്. ഇല്ല ഞാൻ ഇന്ന് തന്നെ തിരിച്ചു വരും. പെട്ടെന്ന് റിക്കവർ ആയിന്ന് യൂഞ്ചൻ. അങ്ങനെയാണെങ്കിൽ നീ എന്റെ ഓഫീസിലേക്ക് വാ, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട് എന്ന് യൂഞ്ചൻ പറയുന്നതിന് എടാ ഇത് വളരെ അധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫോണിലൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ചെയ്യ്, ഞാൻ നിന്നെ കാണാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് വരാം. വരുമ്പോ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കണോ എന്ന് ചോദിക്കുന്നതിന് വേണ്ട ഞാൻ നിന്റെ ഓഫീസിലേക്ക് വരാന്നേ യൂഞ്ചൻ. ഇവിടെ ഓഫീസിലേക്ക് വരുന്ന ഹ്യൂക്കിനെയാണ് കാണുന്നത്. മൂന്തോ ഹ്യൂക്ക് എന്നാണ് പേര്. നമുക്ക് മൂന്ന് വിളിച്ചാലോ? കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിലും പേര് മൂന്നെന്നാണല്ലോ, അതുകൊണ്ട് നമുക്ക് മൂന്ന് തന്നെ വിളിക്കാം. അസിസ്റ്റന്റ് വന്ന് സിയോന്റെ അടുത്ത് നിന്ന് ഒരുപാട് ബ്ലാക്ക് മെയിൽ ചെയ്യാനുള്ള ഫയൽസ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ എടുത്തിട്ടുണ്ട്. മൂന്ന് നോക്കുവാണെങ്കിൽ ആജിന്റെ കാര്യം ഒഴിച്ചിട്ട് ബാക്കിയുള്ളത് ന്യൂസ് റിപ്പോർട്ടേഴ്സിനെ കൊടുക്കാന്നുള്ള രീതിക്കാണ് പറയുന്നത്. അവനും അത് മേടിച്ച മൊത്തത്തിലൊന്ന് നോക്കുന്നുണ്ട്. അതിലെ യൂഞ്ചന്റെയും ജയന്റെയും ഫോട്ടോസ് ഉണ്ട്. അത് നന്നായിട്ടൊന്ന് നോക്കിയിട്ട് ഇപ്പൊ തൽക്കാലം യൂഞ്ചിനെ വിട്ടേക്ക്, സർജറി കഴിഞ്ഞിരിക്കുമല്ലേ. പക്ഷെ ജയനെ നന്നായിട്ടൊന്ന് കൺസിഡർ ചെയ്യണമെന്ന് ഒരുമാതിരി അർത്ഥം വെച്ച് പറയുന്നുണ്ട്. ശരി സാർ, ഞാൻ നോക്കിയിട്ട് ചെയ്തോളാം അസിസ്റ്റന്റ്. ഇപ്പൊ ഭയങ്കര തണുപ്പുള്ള കാലാവസ്ഥയല്ലേ, അവരെ ഒന്ന് വാമാക്കി വെച്ചേക്ക് എന്ന് പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. എന്നിട്ട് പ്രത്യേക ഒരു ചിരിയും. 100% സൈക്കോ. സിയോ ലേഡി ജയിലിലാണല്ലോ ഉള്ളത്. പുള്ളിക്കാരിന്റെ അസിസ്റ്റന്റ് വന്ന് കാണുന്നുണ്ട്. ഇവരുടെ അടുത്ത് പണമുണ്ട്, പുറത്തിറങ്ങാനൊക്കെ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള എവിഡൻസ് ഉണ്ട്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റത്തേ ഇല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. ഇതിന്റെയൊക്കെ പിന്നില് ആജിനാണെന്നാണ് സിയോ ലേഡി വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ അസിസ്റ്റന്റ് ആജിനെ കാണാൻ വന്നിട്ട് അവളുടെ അടുത്ത് കിഞ്ചി ചോദിക്കുന്നുണ്ട് സിയോ ലേഡീനെ പുറത്തു വിടാൻ വേണ്ടിയിട്ട്. പക്ഷെ തനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തന്നെ ആജൻ പറയുന്നുണ്ട്. അവരെ മുട്ടുകുത്തിന്ന് കെഞ്ചൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ മുട്ടുകുത്തി നിന്ന് ചോദിക്കാൻ പോയപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് റൂഫ് ടോപ്പിൽ നിന്ന് വീണ് മരിക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. ഈ സാഹചര്യത്തിൽ പുള്ളിക്കാരിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ അത് പറഞ്ഞടക്കം മരിക്കില്ല തന്നെയാണെന്നും പറഞ്ഞിട്ട് ആജൻ അവിടുന്ന് പോകുന്നുണ്ട്. ഇവര് തമ്മിൽ സംസാരിച്ച ഫുള്ളും മേലെ നിന്ന് കേട്ടോണ്ടിരുന്ന മൂണ് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ആജൻ വരാനുള്ള കാരണം പുതിയ കോൺട്രാക്ട് സൈൻ ചെയ്യാനാണ്. അത് കഴിഞ്ഞിട്ട് നേരെ പോകുന്നത് മൂണിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഇത്രയും മതിയോ, അത് ഇതിൽ കൂടുതൽ വേണോന്ന് മൂണ്. അപ്പൊ നിനക്ക് സിയോ ലേഡീനെ കുറിച്ച് എല്ലാം അറിയാലേന്ന് ചോദിക്കുന്നേന് എങ്ങനെ അറിയാതിരിക്കും, ഇതൊക്കെ ചെയ്തത് തന്നെ ഞാനല്ലേന്ന് മൂണ്. താങ്ക് യു സോ മച്ച് എന്ന് അജിൻ പറയുന്നതിന് ഇത് കൂടുതൽ നിന്നെ സാറ്റിസ്ഫൈ ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെന്നാണ് മൂണ് ചോദിക്കുന്നത്. ഇവിടെ ജയ യൂൻസിന്റെ അടുത്ത് കാണണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് പ്രകാരം യൂൻസിൻ വന്നിട്ടുണ്ട്. എന്ത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് ശരീരത്ത് അന്ന് സ്ട്രേഞ്ചർ അടിച്ചിട്ട് കിട്ടിയ പാടൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രണ്ട് കൂട്ടരും സംസാരിക്കുന്നത് മാറി മാറിയാണ് കാണിക്കുക. നിന്റെ അടുത്ത് മോശമായിട്ട് പെരുമാറിയത് അവരല്ലേ, ഇതല്ല ഇതിൽ കൂടുതൽ എനിക്ക് അവരെ ചെയ്യാൻ പറ്റും. വളരെ വോഴ്സ് ആയിട്ട് അവരെ നീ ഒരിക്കലും കാണാത്ത രീതിക്ക് ഡിസപ്പയർ ചെയ്യണോ, അതോ അവർ ഒരിക്കലും എക്സിസ്റ്റ് ചെയ്തതായിട്ട് നിനക്ക് ഓർമ്മയില്ലാത്ത ഇത് അവരെ ഇല്ലാതാക്കണമെന്നൊക്കെയാണ് ചോദിക്കുന്നത്. എനിക്ക് മനസ്സിലാവുന്നില്ല, നീ എനിക്ക് വേണ്ടിയിട്ട് എന്തിനാണ് ഇത്രയൊക്കെ ചെയ്യുന്നത്? എന്താ എൻ്റെ അടുത്ത് ഇഷ്ടമല്ലതുകൊണ്ടോ എന്നാദ്യം ചോദിക്കുകയല്ല, പൊട്ടിക്കിടന്ന് ചിരിക്കുകയാണ്. ഇവിടെ ജയ് യൂൻജിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സോളിഡ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് നോക്കിയിരുന്നത്, അല്ലാതെ ആജിന്റെ അടുത്ത് പറയാൻ പറ്റത്തില്ലല്ലോ. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ഇപ്പുറത്ത് ചിരിയൊക്കെ കഴിഞ്ഞ് എനിക്ക് നിന്റെ അടുത്ത് പാവം തോന്നി. നീ എത്രത്തോളം കഷ്ടതകളിലൂടെയാണ് പോയത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, എനിക്കാരും സഫർ ചെയ്യുന്നത് കാണാൻ പറ്റത്തില്ല.
ചെറുപ്പം മുതലേ നിനക്ക് നടന്ന കാര്യങ്ങൾ കാരണം നീ എത്രത്തോളം കരഞ്ഞിട്ടുണ്ടാവും? പറ, നിനക്ക് എത്ര ഉയരങ്ങളിലേക്ക് പോകണം എന്നിവിടെ ചോദിക്കുന്ന സമയം അപ്പുറത്ത് ജയും യൂഞ്ചിനും ഉള്ളടുത്ത് അവരിയ്ക്കുന്നതിന്റെ വാതിലിന്റെ പുറത്തായിട്ട് ആരോ എന്തോ സെറ്റ് ചെയ്യുന്നുണ്ട്. പെട്രോൾ ആണോന്ന് അറിയത്തില്ല, എന്തോ ഒരു ലിക്വിഡ് ഒക്കെ ഒഴിച്ച് എന്തോ ഒരു ഗ്യാസ് റിലീസ് ചെയ്ത് വിടുന്നുണ്ട്. എന്നിട്ട് ഒരു ലൈറ്ററും കത്തിച്ച് വെച്ചിട്ടിട്ട് പോകുന്നുണ്ട്. ഇവിടെ ഇവർക്ക് ഉള്ളില് എന്തോ ഒരു സ്മെല്ല് കിട്ടുന്നുണ്ട്. ജയ എന്താ സംഭവം എന്ന് നോക്കാൻ പോകുമ്പം ഇവിടെ ഇപ്പുറത്തെ പ്രപ്പോസൽ നടക്കുവാണ്. അവക്ക് വേണ്ടിയിട്ട് മൂൺ എന്ത് വേണേലും ചെയ്യുന്നു, എത്ര ദൂരം വേണമെങ്കിലും ഒക്കെ പോകാൻ പറ്റും, ഏറ്റവും വലിയൊരു സെലിബ്രിറ്റി ഗ്ലോബൽ സ്റ്റാർ ആവാൻ പറ്റും, അടുത്തതായിട്ട് വലിയൊരു ഡയറക്ടറുടെ കൂടെ ഒരു മൂവി ഉണ്ട്. അങ്ങനെ അവക്ക് എത്ര ഉയരങ്ങളിലേക്ക് വേണേലും തന്റെ കൂടെ നിന്നാല് ആവാൻ പറ്റും. അതുകൊണ്ട് കെയർഫുൾ ആയിട്ട് ചിന്തിക്കണം. എനിക്ക് നിന്നെ എന്റേതാക്കണം, എന്റെ വൈഫ് ആക്കണം എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ജയ വാതിലിന്റെ അടുത്ത് വന്ന് നോക്കുമ്പം പുറത്തെന്തോ കത്തുന്നതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. വാതിൽ തുറക്കാന്ന് പറഞ്ഞ് പിടിയിൽ പിടിക്കുമ്പം കൈ പൊള്ളിപ്പോവാണ്. നോക്കുമ്പോ എന്തോ ലിക്വിഡ് അകത്തേക്ക് ഒഴുകി വരുന്നുണ്ട്. ഇവിടെ മൂണ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് നിനക്ക് ഇഷ്ടപ്പെട്ടോ, എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പം അവിടെ ജയ ഒരു കസാര എടുത്ത് അവിടെയുള്ള ജനൽ പൊട്ടിച്ചെന്നല്ല അതെടുത്ത് എറിയുന്നുണ്ട്. അപ്പോഴേക്ക് ആ തീ മൊത്തം ഒരുമാതിരി പൊട്ടിത്തെറിക്കുവാണ്. തീ ബോംബ് പോലെ അങ്ങനെ പൊട്ടിത്തെറിക്കുമ്പം വലിയ തീ ഗോളായിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് ഇവിടെ ഇപ്പുറത്ത് അവളുടെ പാസ്റ്റിന്റെ ഒരു സ്ട്രെയിൻ പോലും വെക്കത്തില്ല, എല്ലാം ഇറേസ് ചെയ്ത് കളയും. എന്റെ അടുത്ത് നിന്ന് നിനക്ക് എല്ലാം തുടങ്ങാം, എന്റെ അടുത്തേക്ക് വാ എന്നും പറഞ്ഞ് ഒരുമാതിരി സൈക്കോ ആയിട്ടാണ് മൂണ് നിൽക്കുന്നതെങ്കിൽ അതിന്റെ അപ്പുറം സൈക്കോ ആയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആജിൻ. ഇതിന്റെ ഇടയ്ക്ക് അവിടെ ബ്ലാസ്റ്റ് നടക്കുന്ന പോലെയാണ് കണ്ടത്. യൂഞ്ചനും ജയ്ക്കും എന്താ നടന്നേന്ന് പോലും അറിയില്ല. ഇങ്ങനെയാണ് എപ്പിസോഡ് കഴിയുന്നത്.